ഇവിടെ 1 മുതൽ 7 വരെ ഉള്ള ക്ലാസ്സുകളിലേക്ക് ചോദ്യപേപ്പർ തയ്യാറാക്കുന്നത് SSK ആണ്. SSK ക്യാമ്പ് നടത്തിയാണ്, ഒരു വർക്ക്ഷോപ്പ് നടത്തിയാണ് തയ്യാറാക്കുന്നത്. അതിന് പരിചയസമ്പന്നരായിട്ടുള്ള അധ്യാപകരെ വിളിച്ചാണ് ക്യാമ്പ് നടത്തുന്നത്. അതിൽ 2 സെറ്റ് ചോദ്യപേപ്പർ തയ്യാറാക്കും. അതിൽ നിന്നാണ് ഒരു സെറ്റ് ചോദ്യപേപ്പർ എടുത്ത് പ്രിൻ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നത്. 8, 9, 10 ചോദ്യപേപ്പർ തയ്യാറാക്കുന്നത് SCERT ആണ്. SCERT ഞാൻ ഈ പറഞ്ഞ അതേ പ്രോസസ്സ് തന്നെയാണ് പിന്തുടർന്ന് വരുന്നത്. SLCയുടെ ചോദ്യപേപ്പർ പ്രിൻ്റ് ചെയ്യുന്ന സ്ഥലം എവിടെയാണെന്ന് ആർക്കും അറിയില്ല. പരീക്ഷാ സെക്രട്ടറിക്ക് മാത്രമേ അറിയാറുള്ളൂ, വേറെ ആർക്കും അറിയാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ഇവിടെ നമ്മൾ CERT പ്രസ്സിലാണ് പ്രിൻ്റ് ചെയ്യുന്നത്. ഗവൺമെൻറ് സ്ഥാപനം CERTലാണ് പണ്ട് മുതൽ പ്രിൻ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന CERT പ്രസ്സിലാണ്. ഇതിലൊരു CERT പ്രസ്സുകാർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അവർ പ്രിൻ്റ് ചെയ്ത ശേഷം 1 മുതൽ 7 വരെയുള്ള ക്ലാസ്സുകളിലെ ചോദ്യപേപ്പർ BRCയിൽ കൊണ്ട് ഏൽപ്പിക്കും. BRCയിൽ നിന്ന് പ്രിൻസിപ്പൽമാർ 3-4 ദിവസം മുമ്പേ എടുത്തുകൊണ്ട് പോകും. അതേസമയത്ത് SLC പരീക്ഷയുടെ ആണെങ്കിൽ ചോദ്യപേപ്പർ രഹസ്യ സെക്യൂരിറ്റി പ്രസ്സിൽ നിന്ന് പ്രിൻ്റ് ചെയ്ത് ഇവിടെ വന്ന് ട്രഷറിയിൽ സൂക്ഷിക്കും. പരീക്ഷ ദിവസം മാത്രമേ പോലീസിൻ്റെ അകമ്പടിയോടുകൂടി സെൻറ്റേഴ്സുകളിൽ എത്തി അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെ സാന്നിധ്യത്തിൽ അത് പൊട്ടിക്കും. അരമണിക്കൂർ മുമ്പ് മാത്രമേ പിടിക്കുകയുള്ളൂ. ഇത് നേരത്തെ തന്നെ കൊണ്ട് അവിടെ സ്കൂളിൽ വയ്ക്കുകയാണ്. ഇപ്പോൾ സ്കൂളിൻ്റെയൊക്കെ ഒരു സെക്യൂരിറ്റി നമുക്കറിയാമല്ലോ, അതിൻ്റെ ഒരു സെക്യൂരിറ്റി അറിയാം. 7, 8, 9, 10 ചോദ്യപേപ്പർ ഡയറ്റിൽ കൊണ്ടാണ് ഏൽപ്പിക്കുന്നത്. അതായത് ജില്ലാ ഡയറ്റിൽ കൊണ്ടാണ് ഏൽപ്പിക്കുന്നത്. ആ ഡയറ്റിൽ നിന്നാണ് ബന്ധപ്പെട്ട പ്രിൻസിപ്പാൾമാരൊന്ന് ചോദ്യം എടുത്തുകൊണ്ട് പോകുന്നത്. അപ്പോൾ ഇതിൽ ഞങ്ങൾ നോക്കിയപ്പോൾ പോലീസ് വളരെ ഗൗരവത്തോടുകൂടി അന്വേഷിക്കും കാര്യങ്ങൾ. അവരുടെ രീതിയിൽ തന്നെ അന്വേഷണം നടത്തും. വിദ്യാഭ്യാസ വകുപ്പിൻ്റെ രീതിയിൽ ഞാൻ കുറച്ച് വിവരങ്ങളുണ്ടല്ലോ, അന്വേഷണം നടത്തും. എന്തായാലും മാധ്യമങ്ങളെല്ലാം ഇത് വളരെ ഗൗരവമായിട്ട് എടുക്കുകയും അത് സമൂഹത്തിൽ ചർച്ച ചെയ്യുകയും ചെയ്ത സാഹചര്യത്തിൽ പബ്ലിക് പരീക്ഷയാണോ അല്ലെങ്കിൽ ടേം പരീക്ഷയാണോ എന്നുള്ളൊരു വ്യത്യാസം ഇല്ലാതെ തന്നെ മേലിൽ ഇത് ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുകയാണ്. ഈ അന്വേഷിക്കുന്ന ടീം പ്രൈവറ്റ് ട്യൂഷൻ സെൻ്ററുകളിൽ നമ്മുടെ അധ്യാപകർ പഠിപ്പിക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം കൂടി അന്വേഷണം നടത്തുന്നതാണ്.